വേദിയിൽ നമ്മുടെ ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ട്. പക്ഷേ ജനപ്രതിനിധിയാണെങ്കിലും നമ്മൾക്ക് കഴിഞ്ഞ ഈ മാസത്തിന്റെ ആദ്യ സമയം വരെ നമ്മുടെ സ്ക്രീനുകളിലെല്ലാം നിറഞ്ഞു നിന്ന നമ്മുടെ സ്വന്തം പാലക്കാടിന്റെ MLA ശ്രീ രമേശ് പിഷാരടിയെ ഹൃദയപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. എല്ലാവർക്കും വിനയം നിറഞ്ഞ നമസ്കാരം. ചലച്ചിത്ര മേഖലയിൽ നിന്നും ഈ ചടങ്ങിന് വന്ന ഒരു അതിഥിയല്ല ഞാനെന്നും ഈ ചടങ്ങിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു ആതിഥേയനായെന്നും ഉള്ള ബോധ്യം എനിക്കുള്ളതുകൊണ്ട് സുദീർഘമായി സംസാരിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും ഈ സർക്കാരിന് നേരുന്നു. ഒപ്പം ഈ വലിയ വിജയം സമ്മാനിച്ച് ജനങ്ങളോടുള്ള നന്ദി ആത്മാർത്ഥമായി അറിയിക്കുന്നു. ക്ഷണം സ്വീകരിച്ചെത്തിയ ചലച്ചിത്ര മേഖലയിൽ നിന്നും എത്തിയ മമ്മൂക്ക, ചാക്കോച്ചൻ, വേദിയിലിരിക്കുന്ന മറ്റെല്ലാവരോടും ഒപ്പം ഇവിടെ കൂടിയിരിക്കുന്ന ജനാവലിയോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി പറയുന്നു. ഏറ്റവും ജനകീയനായിക്കൊണ്ട് നമ്മൾ ഇത്രയധികം ജനങ്ങൾ സംസാരിച്ച് വാദിച്ച് നേടിയെടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ഒരു ധൈര്യം പലപ്പോഴും തെരഞ്ഞെടുപ്പിന് മുമ്പോ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴോ പ്രചരണത്തിന്റെ സമയത്തോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴോ നടന്നപ്പോഴോ റിസൾട്ട് വന്നപ്പോഴോ നമ്മൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാതെ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ്, അതിനുശേഷം ഏറ്റവും ജനാധിപത്യമായി ഏറ്റവും സുദീർഘമായ ചർച്ചകൾ നടത്തി ആരാണ് കേരളത്തിൽ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാത്തത് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരാൾ കേരളത്തിൽ ഉണ്ടാകില്ല. 3.5 കോടി മലയാളികളും അഭിപ്രായം പറഞ്ഞ ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ കീഴിൽ ജനപ്രതിനിധിയായിരിക്കാൻ കഴിയുന്നതും ഒരു ഭാഗ്യമായി കരുതുന്നു. ഒരിക്കൽ കൂടി ഏവർക്കും നന്ദി. താങ്ക് യു. നമുക്ക് വേദിയിൽ ഒരുപാട് വിശിഷ്ടാതിഥികളുണ്ട്. എല്ലാവരും വളരെ ലളിതമായി അവരുടെ ആശംസകൾ അറിയിക്കുന്നതാണ്. പ്രിയപ്പെട്ട ജസ്റ്റിസ് നാരായണക്കുറുപ്പ് അവറുകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. പ്രിയങ്കരനായ മുഖ്യമന്ത്രി സതീശൻ, ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ദ സിറ്റി, മേയർ, വേദിയിലുള്ള മറ്റു മാന്യ വ്യക്തികളെ, മാന്യ സദസ്യരെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഞാനും സതീശനും, ഞാൻ വടക്കം പറവൂർക്കാരനാണ്. അദ്ദേഹം പറവൂരിൽ നിന്നാണ് ഇത്തവണ ജയിച്ച് മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. അങ്ങനെ ചില അടുപ്പങ്ങളും കൂടിയുണ്ട്. ഞാൻ സതീശനെ പറ്റി കൂടുതലൊന്നും അറിയില്ലെങ്കിലും ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, ഒരു വലിയ വായനാശീലക്കാരനാണെന്നുള്ളത്. എറണാകുളത്ത് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ, കടവന്ത്രയിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മുഖ്യമന്ത്രി VD സതീശന് സ്വീകരണ ചടങ്ങ് കൊച്ചി പൗരാവലിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.